വീട് വൃത്തിയാക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ് അല്ലേ? അതുപോലെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത് അതിനേക്കാൾ വലിയ ടാസ്ക്കും. ഉദാഹരണത്തിന്, തുണികൾ വാരി വലിച്ചിട്ടിരിക്കുന്നു, തുണി മടക്കി അടുക്കി വയ്ക്കൂ, ഭക്ഷണം പൂപ്പൽ പിടിച്ചിരിക്കുന്നു, ഭക്ഷണത്തിന് അവശിഷ്ടങ്ങൾ കിടക്കുന്നു, മുറി മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. അതുപോലെ സ്റ്റോവേലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിന് എന്ത് പറയും? മിററിലൊക്കെ കാണുന്ന അഴുക്കിനോ? ഇതിനൊക്കെ എന്ത് പറയുമെന്ന് ഇനി കൺഫ്യൂഷൻ വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. കട്ടിലിൽ തുണികൾ വാരി വലിച്ചിട്ടിരിക്കുന്നു. There are clothes strewn on the bed. There are clothes strewn on the bed. ഇനി ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുക? മടക്കി അടുക്കി വെക്കണം അല്ലേ? തുണിയെടുത്ത് വൃത്തിയായി മടക്കി വയ്ക്കൂ. Pick up and fold the clothes neatly. Pick up and fold the clothes neatly. അത് വാർഡ്രോബിൽ അടുക്കി വയ്ക്കൂ. Set them in the wardrobe. Set them in the wardrobe. തറ അഴുക്കാണ്. The floor is dirty. The floor is dirty. ഇതെങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കുന്നത്? തറ എങ്ങനെയെല്ലാമാണ് വൃത്തിയാക്കുക? തൂക്കുകയാണെങ്കിൽ പറയാം സ്വീപ്പ്. തുടയ്ക്കുന്നതിന് പറയുന്നത് മോപ്പ്. സോ സ്വീപ്പ് ആൻഡ് മോപ്പ് ദ ഫ്ലോർ. സ്വീപ്പ് ആൻഡ് മോപ്പ് ദ ഫ്ലോർ. ഇനി നമ്മൾ കിച്ചണിൽ വന്നു. ഇവിടെ ചിലപ്പോൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഭിത്തിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. സോ അതിന് പറയാം There is food splattered all over the wall. There is food splattered all over the wall. ഇത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യും? തുണി ഉപയോഗിച്ച് തുടയ്ക്കും. എങ്ങനെയുള്ള തുണിയാണ്? നനഞ്ഞ തുണി. Wipe the wall with a damp cloth. Wipe the wall with a damp cloth. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ഭക്ഷണത്തിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടാവും. അതിനെന്താണ് പറയുക എന്ന് നോക്കാം. ടേബിളിൽ മുഴുവനും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമാണ്. There are crumbs all over the table. There are crumbs all over the table. ഭക്ഷണത്തിൻ്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾക്ക് പറയുന്നതാണ് ക്രംസ്. ഇനി ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? അതാദ്യം നമ്മൾ വൈപ്പ് ചെയ്ത് അവശിഷ്ടങ്ങൾ മാറ്റും. Wipe the crumbs off the table. Wipe the crumbs off the table. ഇനി ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെ സിങ്ക് നിറയെ പാത്രങ്ങളായിരിക്കും. There are dirty dishes sitting in the sink. There are dirty dishes sitting in the sink. പാത്രങ്ങൾ കഴുകൂ. ഇതെങ്ങനെയാണ് പറയുന്നത്? Do the dishes. Do the dishes. അല്ലെങ്കിൽ wash the dishes. Wash the dishes. ഇനി കിച്ചണിൽ സ്റ്റോവിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അതിന് ചുറ്റും അടുപ്പിന് ചുറ്റും ഇങ്ങനെ കറ പോലെ കാണും. അതിനെന്താണ് പറയുന്നത്? സ്റ്റോവിന് ചുറ്റും അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ അഴുക്കിന് പറയുന്നതാണ് ഗ്രീസ്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മെഴുക്ക്. There is a film of grease around the stove. There's a film of grease around the stove. ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യും? സ്ക്രബ് ചെയ്യണം അല്ലേ? എന്തുകൊണ്ട്? സ്പഞ്ച് കൊണ്ട്. സ്പഞ്ച് കൊണ്ട് സ്റ്റോവ് സ്ക്രബ് ചെയ്യൂ. സ്ക്രബ് ദ സ്റ്റോവ് യൂസിങ് എ സ്പഞ്ച്. സ്ക്രബ് ദ സ്റ്റോവ് യൂസിങ് എ സ്പഞ്ച്. ഇനി സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന ഷെൽഫിൻ്റെ അടുത്ത് വരാം. ഷെൽഫിലൊക്കെ ഒരു ലെയർ പോലെ പൊടി വന്നിട്ടുണ്ട്. A thick layer of dust has built up on all the shelves.
A thick layer of dust has built up on all the shelves. ഇനി പൊടിയടിക്കൂ എന്ന് നമുക്ക് പറയണം. എങ്ങനെ പറയും? Dust the shelves. Dust the shelves. ഷെൽഫിലെ പൊടിയടിക്കൂ. ഇനി നമ്മൾ നമ്മുടെ മുറി വന്നു. മുറി ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. അതായത് സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയുമായി മാറിക്കിടക്കുന്നു, ആകെ നാശമായി കിടക്കുന്നു. The room is a mess with things all over the place. The room is a mess with things all over the place. മുറിയിൽ എല്ലായിടത്തും സാധനങ്ങൾ അലങ്കോലമായി കിടക്കുന്നു. ഇനി ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? അടുക്കി പെറുക്കി അതാത് സ്ഥാനത്ത് വെക്കും. അത് പറയാൻ നമുക്കൊരു ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം, ടൈഡി അപ്പ്. സാധനങ്ങൾ അതാത് സ്ഥലത്ത് അടുക്കി വെച്ച് മുറി വൃത്തിയാക്കൂ. ടൈഡി അപ്പ് ദ റൂം. ടൈഡി അപ്പ് ദ റൂം. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടുത്ത് വരാം. ഫ്രിഡ്ജിൽ പഴകിയ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് പൂപ്പൽ പിടിക്കും അല്ലേ? ഫ്രിഡ്ജിൽ പൂപ്പൽ പിടിച്ച ഭക്ഷണം ഇരിക്കുന്നു. There is moldy food in the refrigerator. Moldy food, പൂപ്പൽ പിടിച്ച ഭക്ഷണം. There is moldy food in the refrigerator. ഇനി ഫ്രിഡ്ജ് നമ്മൾ എങ്ങനെയാണ് വൃത്തിയാക്കുക? സാധനങ്ങൾ മുഴുവൻ ഇറക്കി പിന്നെ വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് നന്നായി തുടയ്ക്കും അല്ലേ? ഫ്രിഡ്ജ് കാലിയാക്കൂ. Empty the refrigerator. Empty the refrigerator. വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് തുടയ്ക്കൂ. Wipe it with a clean cloth. Wipe it with a clean cloth. ഇനി നമുക്ക് സ്റ്റെയർസിലേക്ക് വരാം. അവിടെ നല്ല പൊടിയും കാണും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെളി ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. പൊടി, ഡേർട്ട്. ആ അഴുക്കിന് പറയുന്നതാണ് ഗ്രൈം. ഗ്രൈം. സ്റ്റെയർസ് ആകെ പൊടിയും അഴുക്കുമാണ്. The stairs are covered in dirt and grime. The stairs are covered in dirt and grime. അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം? ഇപ്പം നമുക്ക് വാക്വം ചെയ്യാം. വാക്വം the stairs. വാക്വം the stairs. ഇനി നമ്മുടെ റൂമിലൊക്കെ കോർണേഴ്സിലൊക്കെ ചിലന്തി വലകൾ കാണും, മാറാല കാണും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കോബ്വെബ്. Cobweb. There are cobwebs in the corners. There are cobwebs in the corners. അത് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കോബ്വെബ് ബ്രഷ് കൊണ്ട്. ഈ ചിലന്തി വലയൊക്കെ അടിക്കുന്ന ബ്രഷിനെയാണ് പറയുന്നത് കോബ്വെബ് ബ്രഷ്. Sweep away the cobweb using a brush or duster. Sweep away the cobweb using a brush or duster. ഇനി നമുക്ക് ബാത്റൂമിലെ കാര്യം നോക്കാം. അവിടെ കൂടി ഒന്ന് വൃത്തിയാക്കാം. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രെയിൻസിൻ്റെ അവിടെ നന്നായി മുടികളൊക്കെ കാണും. അങ്ങനെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് വെള്ളം. അപ്പോൾ നമുക്ക് പറയാം The drains are clogged with hair. The drains are clogged with hair. അങ്ങനെ ആ ബ്ലോക്കിനെയാണ് പറയുന്നത് ക്ലോഗ്. ഇനി ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അൺക്ലോഗ്. അൺക്ലോഗ് ദ ഡ്രെയിൻസ്. അൺക്ലോഗ് ദ ഡ്രെയിൻസ്. ഇനി നമ്മുടെ വിൻഡോസിലെ ഗ്ലാസ്സുകളിലും അതുപോലെ മിററുകളിലും ഒക്കെ കാണുന്ന അഴുക്കിനെ കുറിച്ചറിയാം. അതിന് പറയുന്നതാണ് സ്മഡ്ജസ്. There are smudges on the windows and mirrors. സോ ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം? തുടയ്ക്കണം അല്ലേ? Wipe them clean. Wipe them clean. ഇനി പലരുടെ വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ്, പഴയ ബുക്സൊക്കെ ഒരു കോർണറിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. അതിങ്ങനെ പറയാം There are old books piled up in the corner. There are old books piled up in the corner. ഇതെടുത്തു മാറ്റൂ. ഇത് ഈസിയാണ് പറയാൻ. Remove the old books. Remove the old books. വീഡിയോ ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ
മോർ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.